ഹൈ ഫിഷ് ഡോക്ടേഴ്സ്. അപ്പോൾ നല്ല ചൂട് കാലമാണ്. മക്കള് ഒരുപാട് ടെൻഷൻ അടിച്ച് നല്ല സ്ട്രെസ് ഇരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് അറിയോ ഈ സമയത്ത് ഭയങ്കര സ്ട്രെസ് വരുന്നത്? ഒന്നാമത് ഭയങ്കര ചൂട്, ഭയങ്കര ഡീഹൈഡ്രേഷൻ, ചൊറിച്ചിൽ, വേർക്കുന്നു, സ്കിൻ അലർജീസും റാഷസും ഒക്കെ വരുന്നവരുണ്ടാവും. സൂര്യതാപമൊക്കെ ഏറ്റ് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും അല്ലേ? ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിത്. പ്ലസ് നമുക്ക് നമ്മുടെ എക്സാമിൻ്റെ സ്ട്രെസ് ഉണ്ട്, റിവൈസ് ചെയ്തിട്ട് ശരിയാവുന്നില്ല. ഒന്നാമത്തെ ചൂട് കാരണം രാത്രി ഉറക്കം ശരിയാവുന്നില്ല അല്ലേ? അപ്പോൾ രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റുന്നില്ല, പകലാണെങ്കിൽ ഭയങ്കര ക്ഷീണം. ഇതൊക്കെ കൊണ്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞുള്ള സമയം വിചാരിക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടല്ലോ, ഒന്ന് കിടന്ന് ഉറങ്ങാം, എന്നിട്ട് വൈകിട്ട് എണീറ്റ് പഠിക്കാമെന്നിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് പഠിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഉറങ്ങി തൂങ്ങി വീടായിരിക്കും. ഇസന്റ്? അപ്പോൾ ഇത് നമ്മൾ ഇനി അങ്ങോട്ട് അവോയ്ഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് മക്കൾക്കറിയാലോ, ഉച്ച കഴിഞ്ഞുള്ള സമയം നമ്മുടെ നീറ്റ് എക്സാം നടക്കുന്ന സമയമാണ്. 2:30 മുതൽ 5 മണി വരെയുള്ള ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും ആക്റ്റീവായി നമ്മുടെ ബ്രെയിനിനെ ഏറ്റവും ഫ്രഷ് ആക്കി വെക്കേണ്ട, ആക്റ്റീവ് ആക്കി വെക്കേണ്ട സമയമാണ്. ആ സമയത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നോ അത് നിങ്ങളുടെ നീറ്റ് എക്സാം ഹാളിലെ പെർഫോമൻസിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ഇനി അങ്ങോട്ട് ആ സമയത്ത് നിങ്ങൾ എക്സാമിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എഴുതുക. അത് ചെയ്യുന്നവരുണ്ടാവും. ഓൾറെഡി സൈലത്തിൻ്റെ മക്കളൊക്കെ ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്. കറക്റ്റ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങളുടെ ബ്രെയിനിനെ വളരെ ആക്റ്റീവ് ആക്കി വെക്കുക. ആ സമയത്ത് മക്കൾ ഉറങ്ങാതിരിക്കുക. ബിക്കോസ് നിങ്ങൾ പറയും, മാം ഞാൻ രാവിലെ എണീറ്റ് നന്നായി പഠിക്കുന്നുണ്ട്, ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കുന്നുണ്ട് മാം, അപ്പോൾ ഉച്ച കഴിഞ്ഞുള്ള സമയം എനിക്ക് റെസ്റ്റ് എടുത്തുകൂടെ? അല്ല. ഇനി അങ്ങോട്ട് നമ്മൾ രാവിലെ പഠിക്കുന്നു, രാത്രി പഠിക്കുന്നു, എത്ര മണിക്കൂർ ചെയ്യുന്നുള്ളതല്ല. നിങ്ങളുടെ നീറ്റ് എക്സാം ഹാളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ആ സമയം, അതിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ആവുന്നു, നിങ്ങളുടെ ബാറ്റിൽ ഫീൽഡാണത്, നിങ്ങളുടെ യുദ്ധം നടക്കുന്ന സമയമാണത്. ആ സമയത്ത് ആരെങ്കിലും കിടന്ന് ഉറങ്ങുമോ? യെസ്. അപ്പോൾ നമുക്ക് ജയിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ ആ സമയത്തുള്ള ആ ലേസിനെസ്, ആ സമയത്ത് TV കാണുക, സീരീസ് കാണുക, ഫോണിൽ നോക്കിയിരിക്കുക, റീൽസ് നോക്കിയിരിക്കുക, നോ. ബ്രെയിനിനെ ആക്റ്റീവ് ആക്കി വെക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ആക്റ്റീവ് റീകോൾ ചെയ്യുക, റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതൊന്നും എൻ്റെ മക്കൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഗേൾസിനോട് എനിക്ക് പറയാനുള്ള കാര്യമാണ്, പീരിയഡ്സിലുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ചൂടും കൂടെ ആകും, നിങ്ങളുടെ മെൻസ്ട്രുവൽ പെയിൻ ഉള്ളവരുണ്ടാകും, നല്ല വേദനയുള്ളവരുണ്ടാകും, അപ്പോൾ ഒരുപാട് ബ്ലീഡിങ് ഉള്ളവരുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആ സമയത്ത് കിടന്ന് റെസ്റ്റ് എടുക്കാനാണ് തോന്നുക. ആ ഒരു ദിവസം 2 ദിവസം നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. പക്ഷേ അതൊരു ശീലമാക്കാതിരിക്കുക. 7 ദിവസം 8 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ആ സമയത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ സമയത്ത് ആക്റ്റീവ് ആവാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ റെസ്റ്റ് എടുത്തോളൂ. നിങ്ങൾക്ക് നല്ല പെയിൻ ഉള്ളവരാണെങ്കിൽ മെഡിക്കേഷൻ എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെതായ പ്രതിവിധികൾ, ഹോം റെമഡീസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് ആഫ്റ്റർനൂൺ ടൈമിൽ ഇനാക്റ്റീവായി ലേസി ആയിട്ട് ഇരിക്കാതിരിക്കാൻ നോക്കുക. ഐ ഹോപ്പ് ദിസ് ഇസ് ഹെൽപ്ഫുൾ. അപ്പോൾ അടിപൊളിയായിട്ട് ആ സമയത്ത് എൻ്റെ മക്കൾ പഠിക്കുക, ഫൈറ്റ് ചെയ്യുക, നീറ്റ് ക്ലിയർ ചെയ്യുക, ഡോക്ടർ ആവുക. ദാറ്റ്സ് ഇറ്റ്. ഓൾ ദ വെരി ബെസ്റ്റ്.